2022 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം, അതിന്റെ സീറ്റിന്റെ കണക്ക് പരിശോധിക്കുമ്പോൾ ഹിന്ദി ഹൃദയഭൂമിയിൽ BJP-യുടെ അടിതെറ്റിയിട്ടുണ്ട്. 2027 ആകുമ്പോൾ UP-യിൽ വീണ്ടും നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ്. യോഗി ആദിത്യനാഥിന് ഇനിയൊരു അവസരം അവിടെ ലഭിക്കുമോ? ആ ഒരു സംശയമുണ്ട്. കാരണം SP അവിടെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. 2017 അവർക്ക് 22% വോട്ടാണെങ്കിൽ അത് 2022 ആയപ്പോൾ അത് 30%-ലധികം അവർ എത്തിച്ചിട്ടുണ്ട് വോട്ട് ശതമാനം. ഇനി വരുന്ന തെരഞ്ഞെടുപ്പിലും SP അവിടെ വളരും. പ്രത്യേകിച്ചും ഇന്ത്യ മുന്നണി അവിടെ സ്ട്രോങ് ആണ് എന്നുള്ള വിലയിരുത്തൽ നേരത്തെ തന്നെ വന്നു കഴിഞ്ഞു. നമുക്ക് ആ കണക്കുകൾ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ ഡാറ്റ വെച്ചുകൊണ്ട് ഒന്ന് പരിശോധിക്കാം. നമ്മുടെ പ്രേക്ഷകരൊക്കെ തന്നെ നേരത്തെ ചില പരാതികൾ പറഞ്ഞിരുന്നു, ഗ്രാഫിക്സിന്റെ അടിസ്ഥാനത്തിൽ കൂടി ഇക്കാര്യങ്ങൾ സംസാരിക്കണമെന്ന്. നമ്മൾ ഇലക്ഷൻ കമ്മീഷന്റെ സൈറ്റിന്റെ ചില കണക്കുകൾ കൂടി അതുകൊണ്ട് തന്നെ ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാസർഗോഡ് കേന്ദ്ര സർവകലാശാലയിലെ പ്രൊഫസറായിട്ടുള്ള ഡോക്ടർ K ജയപ്രസാദാണ് നമുക്കൊപ്പം ചേരുന്നത്. സാർ, ഈ നമ്പേഴ്സ് സാർ അയച്ചു തന്ന കണക്കുകളൊക്കെ ഞാനിങ്ങനെ നോക്കുകയായിരുന്നു. എല്ലാം നമ്മൾ ഗ്രാഫിക്സ് ആക്കി തയ്യാറാക്കിയിട്ടൊന്നുമില്ല. എളുപ്പത്തിൽ തന്നെ സാർ സിമ്പിളായി ഈ കാര്യങ്ങൾ പ്രേക്ഷകരോടൊന്ന് സംസാരിക്കണം. യോഗിക്ക് ഇനി അവിടെ ഒരു അവസരം ലഭിക്കുമോ? UP-യിലെ നിയമസഭാ തെരഞ്ഞെടുപ്പും ലോക്സഭാ തെരഞ്ഞെടുപ്പും തമ്മിൽ വളരെയധികം വ്യത്യാസമുണ്ട്. രണ്ട് കാര്യങ്ങൾ പ്രധാനമായിട്ട് അതിനകത്ത് വരുന്ന ഒരു കാര്യം ഡെമോഗ്രഫിയാണ്. നമ്മൾ ലോകസഭാ മണ്ഡലങ്ങളുടെ ഡെമോഗ്രഫി ജനജാതി മത സമവാക്യങ്ങൾ ലോകസഭയുടെ വിസ്തൃതമായ ക്യാൻവാസും നിയമസഭയിലെ പരിമിതമായ ക്യാൻവാസും തമ്മിൽ വരുമ്പോൾ ഡെമോഗ്രഫി തീർച്ചയായിട്ടും വളരെയധികം മാറ്റമുണ്ടാകും. ഇപ്പൊ ലോകസഭയിൽ ഉണ്ടാകുന്നത് പോലെയുള്ള ജനവിധി നിയമസഭയിൽ ഉണ്ടാകണമെന്നില്ല. അപ്പൊ ഞാൻ ഒരു ഉദാഹരണത്തിൽ തിരുവനന്തപുരം ലോകസഭാ നിയോജക മണ്ഡലത്തില് 4 അസംബ്ലി മണ്ഡലങ്ങളിൽ BJP ജയിച്ച 2014-ലും 3 മണ്ഡലങ്ങളിൽ ജയിച്ച 2024-ലും നമുക്കറിയാം വിധി നിർണയിച്ചത് റൂറൽ അല്ലെങ്കിൽ തീരദേശത്തെ 3 മണ്ഡലങ്ങളാണ്. കാരണം പ്രധാനമായിട്ടും ഡെമോഗ്രഫി അവിടെ ഒരു പ്രധാന റോള് വഹിച്ചിട്ടുണ്ട്, മതപരമായ അല്ലെങ്കിൽ സാമൂഹ്യ ഘടന. അപ്പൊ UP-യെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് 100-125ഓളം നിയോജക മണ്ഡലങ്ങളിൽ യാദവ മുസ്ലിം BSP അതായത് ബഹുജൻ ഒരു അലയൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ശക്തമായ മുന്നേറ്റം നടത്താൻ കഴിയും. അപ്പൊ UP-യിലെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമ്മൾ അവിടെ ജാതീയമായി ആളുകളെ വേർതിരിക്കുന്നതിന് SP-ക്ക് പ്രത്യേകിച്ച് ഇന്ത്യ മുന്നണിക്ക് അവിടെ സാധിച്ചിട്ടുണ്ട്. നിലവിൽ അവിടെ 111 സീറ്റ് SP-ക്ക് ഉണ്ട്. 2027 അത് തീർച്ചയായും വർദ്ധിക്കും. BJP താഴെ പോകുമോ? അതാണ് എന്റെ ചോദ്യം. അല്ല, അതിനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം ലോകസഭാ തെരഞ്ഞെടുപ്പിൽ വന്നപ്പോഴത്തേക്കും പ്രധാനമായിട്ടും ജനങ്ങൾ വിലയിരുത്തിയത് നരേന്ദ്രമോദി സർക്കാരും അതിന്റെ അവസാനത്തെ 2 ഫേസിലുണ്ടായ മാറ്റം, പ്രധാനമായും ഭരണഘടനയെ അട്ടിമറിക്കാൻ പോകുന്നു, സംവരണം ഇത് അവസാനിക്കുകയാണ്, ഭരണഘടന തന്നെ ഈ തെരഞ്ഞെടുപ്പ് ഇല്ലാതാകും, അവസാനത്തെ ഇലക്ഷനാണ്. ഇനി ഈ ഭരണഘടനയല്ല സാർ, ഭരണഘടനയല്ല അവിടെ ചർച്ചയായത്. OBC സംവരണം, പിന്നോക്ക സംവരണം നരേന്ദ്രമോദി എടുത്തു കളയും എന്നുള്ള കാര്യം അവിടെ ഉറപ്പിച്ചു പറഞ്ഞു. അതാണ് അവിടെ ജനങ്ങൾ കണക്കിലെടുത്തിരിക്കുന്നത്. അത് തന്നെയാണ് ഞാൻ സൂചിപ്പിച്ചത്. അപ്പൊ ഭരണഘടനയുടെ അടിസ്ഥാന തത്വം തന്നെ ഇല്ലാതാകുകയാണ്. ഭരണഘടനയെ സമൂലമായ മാറ്റം വരുത്തും, സ്വാഭാവികമായിട്ടും റിസർവേഷൻ ഇല്ലാതാകും. അത് ഒരു പരിധി വരെ വിജയിച്ചു. അതിനേക്കാൾ ഉപരി അവിടുത്തെ അലയൻസ് ആയിരുന്നു. അപ്പൊ ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ എടുത്തു പറയേണ്ട ഒരു വസ്തുത, UP-യിലും BSP-യുടെ വോട്ട് വളരെയധികം കുറയുകയും അതായത് 10%-ലധികം വോട്ട് BSP-ക്ക് 2019 നിന്ന് 24 വരുമ്പോൾ കുറയുകയും, കോൺഗ്രസിന് 3% വോട്ടാണ് കുറയുന്നത്. അതേസമയം അതിന്റെ ബെനിഫിറ്റ് കിട്ടിയത് SP-ക്കാണ്. അപ്പൊ ആ തരത്തില് ഒരു മാറ്റം വന്നെങ്കിലും BJP-യുടെ വോട്ട് ഏതാണ്ട് 41%-41% വോട്ട് BJP-ക്ക് ലഭിച്ചിട്ടുണ്ട്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് 2022 ലോകസഭാ തെരഞ്ഞെടുപ്പിലാണ് UP നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP-ക്ക് ലഭിച്ച ഏറ്റവും കൂടുതൽ വോട്ട് ലഭിക്കുന്നത് 2022-ലാണ്. 2017 യോഗി അധികാരത്തിൽ വരുമ്പോഴത്തേക്കും 403-ൽ 312 സീറ്റുമായിട്ടാണ് അധികാരത്തിൽ വന്നതെങ്കിൽ 2017 വോട്ടിങ്ങിന്റെ ഫിഗേഴ്സ് ഒന്ന് കാണിക്കണം. ഈ ഫിഗർ നിങ്ങൾക്ക് ഈ ഫിഗർ വളരെ സൂക്ഷ്മമായി നമുക്ക് നിരീക്ഷിക്കുകയാണെങ്കിൽ
ഏതാണ്ട് 40% ബി ജെ പിക്ക് വോട്ട് ലഭിച്ച സമയത്ത് 312 സീറ്റുകൾ 2017 ബി ജെ പിക്ക് ലഭിക്കേണ്ടായി. യോഗി അതിനുശേഷമാണ് മുഖ്യമന്ത്രിയായിട്ട് അവിടെ തിരഞ്ഞെടുക്കപ്പെടുന്നത്. 2022 വരുമ്പോഴത്തേക്കും ബി ജെ പിയുടെ വോട്ട് ശതമാനം ഏതാണ്ട് 1.5%, 41.5%-മായി അത് വർദ്ധിക്കുകയും സീറ്റ് അവിടെ നിന്ന് വളരെയധികം കുറഞ്ഞ് 255 കുറയുകയും ചെയ്തു. എസ് പിയുടെ സീറ്റ് 111 വളരുകയും ചെയ്തു. അപ്പൊ ഇവിടെ ബി ജെ പിയുടെ വോട്ട് കൂടുകയും സീറ്റ് കുറയുകയും ചെയ്തു. അതേസമയം 2017 വോട്ട് കുറയുകയും സീറ്റ് ബി ജെ പിയുടെ ഏറ്റവും ഹയസ്റ്റ്, നിയമസഭയിൽ ഏറ്റവും ഹയസ്റ്റ് സീറ്റ് ലഭിക്കുന്ന സാർ ഒരു നിമിഷം സാർ, ഒരു 2022 ഫിഗറിലേക്ക് വരാം. അവിടെ എനിക്കൊരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട് സാർ. ഇവിടെ 1.3% വോട്ടിന്റെ വർധനവ് ബി ജെ പിക്ക് ഉണ്ടായിട്ടുണ്ട് എന്ന് സാർ പറയുന്നുണ്ട്. ഈ വോട്ട് ശതമാനം ഉയരുമ്പോൾ തന്നെ ഞാൻ സാറിനോട് പറയുന്നു, അവിടുത്തെ ആ സമയത്ത് അവിടെ പോൾ ചെയ്ത വോട്ടിന്റെ എണ്ണം കൂടുതലാണ്. നടന്നത്. പക്ഷെ എന്നാലും നേരിയ വ്യത്യാസമാണ്, വലിയ ഡിഫറൻസ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 1-2% വേരിയേഷനെ വരുന്നുള്ളൂ. പക്ഷെ ഇവിടെ നമ്മൾ എടുത്തു പറയേണ്ടത് രാഷ്ട്രീയ സമവാക്യങ്ങൾ മാറുന്നതാണ് യു പിയുടെ തെരഞ്ഞെടുപ്പിൽ സീറ്റ് കുറയുകയും കൂട്ടുകയും ചെയ്യുന്നത്. അപ്പം ബി ജെ പി കൂടുതൽ സീറ്റുകൾ നേടുമ്പോൾ ഓപ്പോസിഷൻ അലയൻസ് വളരെ പെർഫെക്റ്റ് ആണെങ്കിൽ ബി ജെ പിയുടെ സാധ്യത മങ്ങുകയും ഓപ്പോസിഷൻ ഡിവൈഡഡ് ആകുന്ന സമയത്ത് ബി ജെ പിയുടെ സാധ്യത കൂടുകയും ചെയ്യും. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ ഒരു വിഭിന്നമായ ലെവലിൽ നമ്മൾ നോക്കിക്കാണണം. പക്ഷെ എനിക്ക് തോന്നുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിനെ വോട്ടേഴ്സ് എപ്പോഴും നോക്കുന്നത് ആ സംസ്ഥാനത്തെ ഭരണകൂടത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. നിലവിലുള്ള യോഗി സർക്കാരിനെതിരായ യാതൊരു ജനവികാരവും അവിടെ ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. മാത്രമല്ല യോഗിയുടെ പ്രധാന മേഖലകൾ ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ വോട്ട് പരിശോധിക്കുമ്പോഴും യോഗിയുടെ മേഖലകളിൽ അല്ലെങ്കിൽ ആ തരത്തിലുള്ള സീറ്റ് കുറഞ്ഞിട്ടുമില്ല. പക്ഷെ പ്രധാനമായിട്ട് അവിടെ മതപരമായ കൺസോൾട്ടേഷൻ, ഇപ്പൊ ഈ അയോധ്യ ഉൾപ്പെടുന്ന അതായത് ഫൈസാബാദ് ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളുടെ ബി ജെ പിയുടെ പരാജയം നമ്മൾ പഠിക്കുകയാണെങ്കിൽ ഫൈസാബാദ് അല്ലെങ്കിൽ ഇന്ന് നമ്മൾ പറയുന്ന അയോധ്യ ഉൾപ്പെടുന്ന ഈ മണ്ഡലം ഒരിക്കലും ബി ജെ പിയുടെ ശക്തി കേന്ദ്രമല്ല. ഇതുവരെയുള്ള തെരഞ്ഞെടുപ്പിൽ ആദ്യമായി ബി ജെ പി അവിടെ ജയിക്കുന്നത് 1991-ലാണ്. അതിനുശേഷം ബി ജെ പി ജയിക്കുന്നത് 2014-ലും 2019-ലുമായിരുന്നു. അവിടെ ഈ തെരഞ്ഞെടുപ്പിൽ നടന്നത് ഏതാണ്ട് 19% വരുന്ന മുസ്ലിം സമൂഹവും 22% വരുന്ന ദളിത് വിഭാഗങ്ങളും അതുപോലെ തന്നെ ഏതാണ്ട് അത്രയും വരുന്ന യാദവ വിഭാഗങ്ങളുമാണ്. ആ കൺസോൾട്ടേഷൻ അവിടെ നല്ലവണ്ണം വർക്ക് ചെയ്തു. മാത്രമല്ല ബി എസ് പി അവിടെ ഒരു ബ്രാഹ്മണ സ്ഥാനാർത്ഥിയെ നിർത്തിക്കൊണ്ട് 49,000 വോട്ട് ലഭിക്കുകയും ചെയ്തു. ആ തരത്തില് അയോധ്യയിൽ നിലവിലുള്ള എം പിക്കെതിരായ ഭരണഘടനയെ മാറ്റും എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഒരു വീഡിയോ വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. അതും ഒരു പ്രധാന കാരണമായിട്ടുണ്ട്. അപ്പൊ ആ തരത്തില് ശരിക്കും അവിടുത്തെ ജാതി മത സമവാക്യങ്ങൾ ബി ജെ പിയുടെ രാഷ്ട്രീയത്തിന് അനുകൂലമല്ല. എന്നാൽ ആ ജാതി സമവാക്യങ്ങൾ ഡിവൈഡഡ് ആകുമ്പോൾ ബി ജെ പിക്ക് അനുകൂലവുമാകുന്നുണ്ട്. പക്ഷെ എന്നാലും നമ്മൾ ഫൈസാബാദ് ഉൾപ്പെടെ ഇപ്പൊ അയോധ്യ ഡിവിഷനുകൾ, അപ്പൊ യു പിയിലെ ഡിവിഷനുകൾ അല്ലെങ്കിൽ നമ്മൾ ജില്ലകൾ എടുക്കുമ്പോഴത്തേക്കും ഏതാണ്ട് 25ഓളം ജില്ലകളുടെ ജാതി മത സമവാക്യങ്ങൾ ബി ജെ പിക്ക് അനുകൂലമല്ല. കാരണം അവിടെ യാദവ മുസ്ലിം വോട്ടുകൾ ഏകീകരിക്കുകയാണെങ്കിൽ, അതായത് മുമ്പ് യാദവ മുസ്ലിം വോട്ടുകൾ ബി എസ് പിക്കും എസ് പിക്കുമായിട്ട് ഡിവൈഡ് ചെയ്തിരുന്നെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് 2024 തെരഞ്ഞെടുപ്പിന് ശേഷം നമ്മൾ കാണുന്നത് ഏതാണ്ട് മുസ്ലിം വോട്ട് പൂർണ്ണമായിട്ടും എസ് പിയിലേക്ക് വരികയാണുണ്ടായി. ബി എസ് പി ഏറ്റവും കൂടുതൽ മുസ്ലിം സ്ഥാനാർത്ഥികൾ നിർത്തിയെങ്കിലും അവരാരും കാര്യമായി വോട്ട് നേടിയിട്ടില്ല. അപ്പൊ അത് സൂചിപ്പിക്കുന്നത് മുസ്ലിം സമൂഹവും അതുപോലെ ബഹുജന ദളിത് വിഭാഗങ്ങളുടെയും വലിയൊരു ശതമാനം വോട്ട് എസ് പി കോൺഗ്രസ് അലയൻസിലേക്ക് വന്നു എന്നുള്ളതാണ്. അതിനാവശ്യമായ നറേറ്റീവ്സ് സൃഷ്ടിക്കാൻ അവിടെ കഴിഞ്ഞു. അതിന് ബദലായിട്ടുള്ള ഒരുപക്ഷെ അമിതമായ ആത്മവിശ്വാസമായിരിക്കാം. പക്ഷെ എന്റെ നിരീക്ഷണത്തിൽ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടായിട്ടുള്ള അവലോകനങ്ങളിലുമൊക്കെ കാണുന്നത് യു പിയില് നിലവിലുള്ള ഭരണകൂടത്തിനെതിരായ ഒരു ജനവികാരമില്ല. ഇവിടെ നമുക്ക് സമാനമായ ഒരു ഉദാഹരണം നോക്കേണ്ടത് 2017 ഗുജറാത്തിലെ തെരഞ്ഞെടുപ്പ് നടക്കുകയുണ്ടായി. അന്ന് വെറും 99 സീറ്റാണ് ബി ജെ പിക്ക് കിട്ടിയത്. കോൺഗ്രസ് ഏറ്റവും കൂടുതൽ ഏതാണ്ട് 77ഓളം സീറ്റ് കോൺഗ്രസ് നേടിയ ഒരു തെരഞ്ഞെടുപ്പായിരുന്നു. പക്ഷേ അതിനുശേഷം 2022 തെരഞ്ഞെടുപ്പിൽ യു പിയിൽ ഗുജറാത്തിൽ വൻപിച്ച മുന്നേറ്റം ബി ജെ പി നടത്തുകയുണ്ടായി. അതായത് ചില കറക്ഷൻസ് നടത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിനെ അതിജീവിക്കാൻ കഴിയും. അപ്പോൾ ഇവിടെ നമ്മൾ
യു പിയുടെ രാഷ്ട്രീയത്തെ നമ്മൾ പഠിക്കുമ്പോൾ യു പിയുടെ ജാതി മത ആ, ആ, സമവാക്യമാണ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അവിടെ തന്നെ അത് ഡിവൈഡഡ് ആയി നിൽക്കുമ്പോഴും ഏകീകരിച്ച് നിൽക്കുമ്പോഴും വ്യത്യാസമുണ്ടാവും. ലോകസഭയിലും നിയമസഭയിലും ഉദാഹരണത്തിന് ഒരു ജില്ലയിലെ യു പിയിലും മിക്ക ജില്ലകളിലും 3, 4, 5 മുതലുള്ള നിയോജക മണ്ഡലങ്ങൾ ഉണ്ടാവാം. അപ്പൊ ആ നിയോജക മണ്ഡലങ്ങളിൽ പലപ്പോഴും ലോകസഭയിൽ വരുന്ന അഞ്ച് നിയോജക മണ്ഡലങ്ങളിൽ നമ്മൾ എടുക്കുമ്പോൾ വരുന്ന ഡെമോഗ്രഫി അല്ല അത് ഡിവൈഡഡ് ആയിട്ട് പോകുമ്പോഴത്തേക്ക്. അപ്പൊ ആ തരത്തില് നിയമസഭയിൽ ഡിവൈഡ് ചെയ്യാൻ ഇനി ബി ജെ പിയെ കൊണ്ട് അവിടെ സാധിക്കുമോ എന്ന കാര്യം സംശയമാണ്. അതായത് ഈ പറയുന്ന യാദവ മുസ്ലിം കൺസോൾട്ടേഷൻ ഈ പറഞ്ഞ ഇന്ത്യ മുന്നണിയിലേക്ക് തന്നെ പോകും. അവിടെ ബി എസ് പി അപ്രസക്തമായിക്കൊണ്ടിരിക്കുകയാണ്. അത് 2017 2022 സാർ നേരത്തെ പറഞ്ഞ പ്രകാരം ആ ഫിഗർ എടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ബി എസ് പിയോട് അപ്രസക്തമാവുകയാണ്. ഈ 2024 കൂടി ഏകദേശം പൂർണ്ണമായും ബി എസ് പി അവിടെ അപ്രസക്തമായിട്ടുള്ള ആ ബി എസ് പി തിരിച്ചു വന്നാൽ മാത്രമേ 2027 ഈ പറയുന്ന ഡിവൈഡ് ചെയ്ത് പോവുകയുള്ളൂ. അത് തിരിച്ചുവരവ് എന്ന് പറയുന്നത് സാധ്യമല്ല. അല്ല, അവിടെ ഒരു പ്രശ്നം ഞാൻ അതാണ് ബി ജെ പിക്ക് അനുകൂലമായ ഒരു സാഹചര്യം അവിടെ ഉണ്ട്. അതായത് ഒരു ബൈപോളാർ പൊളിറ്റിക്സിലേക്ക് യു പി രാഷ്ട്രീയം, കാരണം യു പി രാഷ്ട്രീയം 91 ശേഷം നമ്മളുള്ള എല്ലാ തെരഞ്ഞെടുപ്പിലും ഡിവൈഡഡ് ആണ്. പലപ്പോഴും ബി ജെ പി അധികാരത്തിൽ വന്നതും എസ് പി ബി എസ് പി അധികാരത്തിൽ വന്നതും ഒക്കെ കേവലം 30-32% താഴെ വോട്ടുകൾ നേടിയിട്ടാണ്. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മൾ ഈ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിലായിട്ട് ഒരു ബൈപോളാർ പൊളിറ്റിക്സിലേക്ക് മൂവ് ചെയ്യാണ്. 2022 നിയമസഭയിലും ഒരു ബൈപോളാരിറ്റി നമുക്ക് കാണാം. അത് 2024 ശരിക്കും ഒരു ബൈപോളാർ പൊളിറ്റിക്സിലേക്ക് യു പി മാറുകയാണ്. ഈ ബൈപോളാർ പൊളിറ്റിക്സിന് നമ്മളിവിടെ പറഞ്ഞ മുസ്ലിം യാദവ കേന്ദ്രീകരണം, അതിന് സമാന്തരമായി എടുത്തു പറയേണ്ടത് ഇന്ത്യയുടെ പ്രത്യേകത. ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു പ്രത്യേക ജാതി കൂടുതൽ ഏകീകരിക്കുമ്പോൾ അതിന് ബദലായ വിഭാഗങ്ങളും ഏകീകരിക്കും. അപ്പം യു പിയിലെ ബൈപോളാർ പൊളിറ്റിക്സ് വരികയാണെങ്കിൽ യാദവ മുസ്ലിം ഏകീകരണം ഏതാണ്ട് 100-125 മണ്ഡലങ്ങളിൽ ശക്തമായ സ്വാധീനമുണ്ടാക്കാൻ കഴിയും. അവിടെ ബി എസ് പിയുടെ വോട്ട് ചോരാതിരിക്കണം. ബി എസ് പിയുടെ വോട്ട് ഇന്നത്തെ അവസ്ഥയിൽ ബി എസ് പിയുടെ വോട്ടും കൂടെ ഈ എസ് പി കോൺഗ്രസ് സഖ്യത്തിലേക്കായിരിക്കും വരിക. അങ്ങനെ വരുമ്പോഴും 403 അംഗ നിയമസഭയിൽ ഒരു 203 പേരെ അല്ലെങ്കിൽ 203 അംഗങ്ങളെ കിട്ടുന്നതിന് ഈ ജാതി സമവാക്യം കൊണ്ടോ ജാതി മത സമവാക്യം കൊണ്ടോ യാദവ അല്ലെങ്കിൽ മുസ്ലിം അലയൻസ് കൊണ്ടോ നേടാൻ കഴിയില്ല. കാരണം അവിടെയാണ് ഞാൻ പറഞ്ഞത് അതിന് പുറത്തേക്ക് പോകണം. അപ്പം കോൺഗ്രസ് ഇന്ന് യു പിയെ സംബന്ധിച്ചിടത്തോളം വലിയ ശക്തമായിട്ടില്ല. കാരണം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് 3% താഴെയാണ് വോട്ട് ലഭിച്ചത്. ഈ ലോകസഭയിൽ അത് 9%. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത് 6%. അപ്പൊ ഇന്ന് യു പിയിലുണ്ടായ വിജയം എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ അല്ല, മറിച്ച് എസ് പിയുടെ വിജയമാണ്. എസ് പിക്ക് ബി എസ് പിയുടെ വോട്ട് ഏതാണ്ട് പൂർണ്ണമായിട്ടും സമാഹരിക്കാൻ കഴിഞ്ഞതും അവിടെ ഈ നേരത്തെ പറഞ്ഞ യാദവ മുസ്ലിം വോട്ടുകളെ ഏകീകരിക്കാൻ കഴിഞ്ഞതുമാണ്. പക്ഷേ അത് നിയമസഭയിൽ വരുമ്പോഴത്തേക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഈ ഡെമോഗ്രഫി ചേഞ്ച് ചെയ്യാണ്. അപ്പൊ 203 മണ്ഡലങ്ങളെ ഒന്നിച്ച് നേടാനായിട്ട് ഈ വർഗീയ ധ്രുവീകരണം അല്ലെങ്കിൽ മത ധ്രുവീകരണം അവിടെ സാധ്യമാകില്ല. കാരണം അതിന് കൗണ്ടർ ആയിട്ടുള്ള യു പിയിൽ 20% മുസ്ലിം സമൂഹമുണ്ട്. അതിന് ബദലായിട്ടുള്ള ഏകീകരണം ഉണ്ടാവും. അങ്ങനെ വരുമ്പോഴത്തേക്കും ബി ജെ പിയെ പരാജയപ്പെടുത്തുക അടുത്ത് വരുന്ന തെരഞ്ഞെടുപ്പില് 27 തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ പരാജയപ്പെടുത്തുക അത്ര എളുപ്പമായിരിക്കില്ല. കാരണം മത ഏകീകരണം വരുമ്പോൾ സ്വാഭാവികമായിട്ടും മുസ്ലിം യാദവ ഏകീകരണം വരുമ്പോഴും ബദലായിട്ടുള്ള ഏകീകരണം ഉണ്ടാവും. രണ്ടാമത് ഡെമോഗ്രഫിയുടെ അഡ്വാൻറ്റേജ് നിയമസഭയിലുണ്ട്. അപ്പം 203 സീറ്റുകൾ നേടാനായിട്ട് എസ് പി കഴിയില്ല. കാരണം എസ് പി എടുത്തു പറയേണ്ടത് 2012 എസ് പി അധികാരത്തിൽ വരുന്നത്, 2013 എസ് പി അധികാരത്തിൽ വരുന്നത് കേവലം 30% താഴെ വോട്ട് നേടിയിട്ടാണ്. അന്ന് ചതുഷ്കോണ മത്സരമാണ് അവിടെ നടന്നത്. അതുകൊണ്ട് തന്നെ എസ് പിക്ക് 203 സീറ്റുകൾ നേടാൻ കഴിയാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം ബൈപോളർ പൊളിറ്റിക്സിലേക്ക് യു പി മാറുകയാണെങ്കിൽ അത് ബി ജെ പിക്ക് ആയിരിക്കും കൂടുതൽ അഡ്വാൻറ്റേജ് ആകുക. കാരണം മതപരമായും ജാതിപരമായും മറ്റുള്ള ഏകീകരണം ഒരു ശക്തമായ 2 ധ്രുവങ്ങളിലായി വരുമ്പോഴത്തേക്കും സ്വാഭാവികമായും അതിന്റെ ബെനിഫിറ്റ് ബി ജെ പിക്ക് തന്നെ ആയിരിക്കും ലഭിക്കാൻ പോകുന്നത്. അപ്പൊ ഞാനിതിനെ കാണുന്ന യു പിയിലെ പ്രതിഭാസം സാർ തീർത്ത് പറയുന്നു 2027 ബി ജെ പി ആയിരിക്കും യു പി എൽ. അല്ല, അത് ഞാൻ പറയാൻ കാരണം യാദവ മുസ്ലിം ദളിത് വോട്ടുകളുടെ ഏകീകരണം
ഉണ്ടാകും എന്ന് പറഞ്ഞ നമ്മൾ അങ്ങനെ പറഞ്ഞുകൊണ്ടാണല്ലോ തുടങ്ങിയത്. അതാണ് ഈ തെരഞ്ഞെടുപ്പിൽ അവരെ സഹായകമായതെന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ സ്വാഭാവികമായിട്ടും അത്തരം ഒരു ഏകീകരണത്തിന് കൗണ്ടർ ആയിട്ടുള്ള ഏകീകരണത്തിനും സാധ്യതയുണ്ട്. അപ്പൊ അടിസ്ഥാനപരമായി നമ്മുടെ ഹിന്ദു സമൂഹം എന്ന് പറയുന്നത് യു പിയിലാണെങ്കിലും അത് മതപരമായിട്ടല്ല ജാതിപരമായിട്ട് തന്നെയാണ് കൂടുതൽ ആളുകൾക്ക് താല്പര്യം ജാതി തന്നെയാണ്. പക്ഷെ ഈ ജാതി സമവാക്യങ്ങളിലും ഈ പറഞ്ഞ ഇപ്പൊ ഈ യാദവ വിഭാഗങ്ങൾ മുസ്ലിം ഏകീകരിക്കുമ്പോൾ കൗണ്ടർ ആയിട്ടുള്ള ഏകീകരണം ഉണ്ടാകണ്ട. ആ ഏകീകരണത്തിന്റെ ബെനിഫിറ്റ് ബി ജെ പിക്ക് ആയിരിക്കും ലഭിക്കും. കൗണ്ടർ ആയിട്ടുള്ള ഏകീകരണത്തിലാണ് എന്റെ സംശയം സാർ. അതായത് ഫൈസാബാദിൽ ഒരു തരത്തിൽ അവിടെ ഈ പറയുന്ന യാദവരും മുസ്ലിങ്ങളും എല്ലാം തന്നെ ഏകീകരിക്കപ്പെട്ടു. ഇപ്പുറത്ത് കൗണ്ടർ ഉണ്ടാകണം ബി ജെ പിക്ക് സാർ പറയുന്ന കണക്ക് അനുസരിച്ചാണെങ്കിൽ. പക്ഷേ അവിടെ BSP ഒരു ബ്രാഹ്മിൺ സ്ഥാനാർത്ഥിയെ നിർത്തി. ആ സ്ഥാനാർത്ഥി 40,000-ലധികം വോട്ട് പിടിച്ചുകൊണ്ട് പോയി. ഇത് ഈ പറയുന്ന അപ്പോൾ ഗുണം ചെയ്തത് 49,000 വോട്ട് പിടിച്ചുകൊണ്ട്. അപ്പോൾ ഈ പറയുന്ന BSP നമ്മളിപ്പോ പറയുന്നത് 2027 തെരഞ്ഞെടുപ്പ് വരുമ്പോഴത്തേക്കും BSP ഒരു സംസ്ഥാനത്തെ ഒരു പ്രധാന ശക്തിയല്ലാതായ മാറിക്കഴിയും ഇന്നത്തെ അവസ്ഥ നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ. കാരണം കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിലായിട്ട് BSPയുടെ പ്രകടനം വളരെ താഴെ വരികയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ BSPയുടെ അടിസ്ഥാന വോട്ട് ബാങ്ക് പൂർണ്ണമായിട്ടും SP-യിലേക്ക് പോയി കഴിഞ്ഞു. ഫൈസാബാദിന്റെ കാര്യം, ഫൈസാബാദിനെ വെച്ച് നമ്മൾ ഫൈസാബാദിന്റെ ഡെമോഗ്രഫി എന്താണ്? ഫൈസാബാദിൽ ശക്തമായി ഇപ്പം ദളിത് യാദവ മുസ്ലിം ഏകീകരണം ഉണ്ടാകുകയാണെങ്കിൽ ഏതാണ്ട് 60% ജനങ്ങൾ അതിന്റെ അകത്ത് വരുന്നുണ്ട്. 60%-അധികം ജനങ്ങൾ ഈ വിഭാഗത്തിൽ വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഫൈസാബാദ്, അതായത് അയോധ്യ ഉൾപ്പെടുന്ന ഫൈസാബാദിൽ 1989 CPI വിജയിച്ച മണ്ഡലമാണ്. 1989 91 മാത്രമാണ് BJPക്ക് ജയിക്കാൻ കഴിഞ്ഞത്. അതിനുശേഷം 2014 വരെയുള്ള ഒരു തെരഞ്ഞെടുപ്പിലും ഫൈസാബാദിൽ BJP ജയിച്ചില്ല. കാരണം 5 നിയോജക മണ്ഡലങ്ങളിൽ 2 നിയോജക മണ്ഡലങ്ങളിൽ മാത്രമാണ് BJPക്ക്, കാരണം അവിടെ ഈ ഡെമോഗ്രഫിയുടെ വിഷയമാണ് അവിടെ വരുന്നത്. അപ്പൊ അതുകൊണ്ട് ഫൈസാബാദിനെ നമ്മൾ UP ആയി കാണേണ്ട. അതുപോലെ തന്നെ ഞാനിവിടെ പറഞ്ഞല്ലോ ഏതാണ്ട് 125ഓളം നിയോജക മണ്ഡലങ്ങളിൽ ഈ പറഞ്ഞ യാദവ മുസ്ലിം ബഹുജന കൂട്ടായ്മ ശക്തമായി ഉണ്ടായിക്കഴിഞ്ഞാൽ ഗ്യാരണ്ടി ആണ് ജയിക്കുമെന്നുള്ളത്. പക്ഷേ 403 അംഗ നിയമസഭയിൽ വരുമ്പോഴത്തേക്കും ഈ സഖ്യത്തിന് 203 കടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അതായത് സമാജ്വാദി പാർട്ടി 2013 അധികാരത്തിൽ വരുമ്പോഴത്തേക്കും അവിടെ ഹൈലി ഡിവൈഡഡ് ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ സിസ്റ്റമായിരുന്നു. ചതുഷ്കോണ മത്സരമായിരുന്നു. SP വേറെ, BJP വേറെ, അതുപോലെ BSP പ്രത്യേകിച്ച്. BSP എന്ന ശക്തമായ പാർട്ടിയാണ്, ഭരണകക്ഷിയായിരുന്നു. 2007 തെരഞ്ഞെടുപ്പിൽ അവർ ജയിച്ചതാണ്. അതിനുശേഷം ആണ് SP വരുന്നത്. അപ്പൊ ആ തരത്തില് ശക്തമായ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് 4 ചതുഷ്കോണ മത്സരത്തിൽ നിന്നതിന്റെ അഡ്വാൻറ്റേജ് ആണ് SP-ക്ക് അന്ന് യാദവ മുസ്ലിം ഏകീകരണത്തിലൂടെ വിജയിക്കാൻ കഴിഞ്ഞത്. 2027 വരുമ്പോഴത്തേക്കും UP-യിൽ ഒരു ബൈപോളർ പൊളിറ്റിക്സ് വരികയാണ്. അതായത് SP കോൺഗ്രസ് മുന്നണി, അതിന് യാദവ മുസ്ലിം ബഹുജന സപ്പോർട്ട് ഉണ്ടെന്ന് വെച്ചോളൂ. കാരണം ബഹുജനങ്ങൾ മുഴുവൻ, ഈ ദളിത് വിഭാഗങ്ങൾ മുഴുവനും ഇന്ന് UP-യിൽ BSP-യോടോ അല്ലെങ്കിൽ SP-യോടോ അല്ല, BJPക്കും നല്ലൊരു ശതമാനം വോട്ട് ലഭിക്കുന്നുണ്ട്. കാരണം BSPയും അവരുടെ കുറച്ച് യാദവ വിഭാഗങ്ങളിലേക്കും കടന്നു കയറിയിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു മുസ്ലിം യാദവ കേന്ദ്രീകരണം കൊണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ കഴിയില്ല. പക്ഷെ അതേസമയം ശക്തമായ ഒരു 100-150 സീറ്റിലേക്ക് SP അലയൻസിന് മുന്നേറാനും കഴിയും. അപ്പൊ ഞാനതാണ് സൂചിപ്പിച്ചത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കണക്കുകൾ വെച്ച് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാലും BJP അലയൻസിനായിരിക്കും കൂടുതൽ സാധ്യത 2027 നിയമസഭാ തെരഞ്ഞെടുപ്പ് വരും. സർ, അവസാനമായി ചെറിയൊരു ഉത്തരം. സർ, NDA 2027 ഈ 203 കടന്ന് എത്തുമെന്ന് കരുതുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ എത്ര നമ്പർ വരെ എത്തും? ഞാൻ കംഫർട്ടബിൾ മെജോറിറ്റി എന്ന് പറയും. നമ്മളിപ്പോ മെജോറിറ്റി എന്ന് പറഞ്ഞാൽ 203 അല്ലെ, നമ്മളിപ്പോ ഒരു വലിയൊരു നമ്പറല്ല ഞാൻ പറഞ്ഞത്. ഞാൻ അവിടുത്തെ ജനസംഖ്യാപരമായ ഘടന, അതില് നമ്മൾ SP ഡിപ്പെൻഡ് ചെയ്യുന്നത് ഒരു മുസ്ലിം പിന്നോക്ക വിഭാഗങ്ങളുടെ ഒരു കേന്ദ്രീകരണമാണ്. പിന്നോക്ക വിഭാഗങ്ങൾ ഈ പ്രധാനമായിട്ടും യാദവ വിഭാഗങ്ങളിലാണ്. മറ്റ് യാദവ ഇതര പിന്നോക്ക വിഭാഗങ്ങൾ കൂടുതലും ഇപ്പൊ BJP-യോടാണ് നിൽക്കുന്നത്. BJP കഴിഞ്ഞ തവണത്തെ MP-മാർ വലിയൊരു ശതമാനം വരെ ആ വിഭാഗത്തിൽപ്പെട്ടവരായിരുന്നു.
OBC വിഭാഗം, യാദവ ഇതര OBC വിഭാഗങ്ങൾ. അപ്പൊ സ്വാഭാവികമായിട്ടും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ BSPക്ക് ഏതാണ്ട് 30-35% വോട്ടുകൾ, അല്ലെങ്കിൽ 30-35% അടുത്തുള്ള വോട്ടുകൾ സമാഹരിക്കാൻ കഴിയുള്ളൂ ഈ സമവാക്യത്തിൽ. അല്ലെങ്കിൽ ഒരു വലിയ ശക്തമായ ഒരു ആന്റി ഇൻകംബൻസി ഫാക്ടർ അവിടെ വർക്ക് ചെയ്യണം. ആ നിലവിലുള്ള ഗവൺമെന്റിനെതിരെ അങ്ങനെ ഒരു ജനരോഷം, ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പിലെ എന്ത് വിധിയാണെങ്കിലും നിലവിൽ UP-യിൽ യോഗി ഗവൺമെന്റിനെതിരായ ഒരു ജനവികാരമില്ല. അത് വളരെയധികം ജന സപ്പോർട്ട് അതിനകത്തുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു കമ്മ്യൂണൽ പോളറൈസേഷൻ ഉണ്ട്. ഒരു OBC പ്രബല ജാതിയും മുസ്ലിം സമൂഹവും കൂടെയുള്ള ഒരു പോളറൈസേഷൻ വരുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും അതിന് ബദലായ പോളറൈസേഷൻ BJPക്ക് അനുകൂലമാകും. വോട്ട് പെർസെൻറ്റേജ് അതാണ് 2022 വോട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വളരെ സൂക്ഷ്മമായി മനസ്സിലാവും. സീറ്റുകൾ BJPക്ക് കുറഞ്ഞു, പക്ഷേ കാരണം പോളറൈസേഷൻ അവിടെ ഉണ്ടായപ്പോഴത്തേക്കും SP-യുടെ വോട്ട് കൂടുകയും സീറ്റ് കൂടുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ BJPയുടെ വോട്ടുകൾ കുറഞ്ഞു, പക്ഷേ മെജോറിറ്റി ലഭിക്കാൻ കഴിഞ്ഞു. അപ്പോൾ BJPക്ക് വോട്ട് കൂടുകയും സീറ്റ് കുറയുകയും ചെയ്തു 2022. എന്തുകൊണ്ടാണ്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ളൊരു കാസ്റ്റ് കമ്മ്യൂണൽ പോളറൈസേഷൻ വരുമ്പോൾ ഉണ്ടാകുന്ന ബദലായ പോളറൈസേഷനാണ് BJPക്ക് അവിടെ ഗുണകരമാണ്. 2022 ഇതേ ഒരു അവസ്ഥയുണ്ടായിരുന്നു. കാരണം BSPയുടെ വലിയൊരു ശതമാനം വോട്ട് SP-ക്ക് ലഭിക്കുകയുണ്ടായി. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ UP-യുടെ ഇലക്ഷനെ ലോകസഭയുടെ അതേ പാറ്റേണിൽ നിയമസഭയിൽ വരാനുള്ള സാധ്യത വളരെ കുറവാണ്. മാത്രമല്ല ഒരു 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 മതപരമായ ഏകീകരണം കൊണ്ട് മാത്രം UP-യിൽ സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു വിജയം കൊണ്ടുവരാൻ SP-ക്ക് കഴിയില്ല. പക്ഷെ ഒരു ആന്റി ഇൻകംബൻസി ഫാക്ടർ ശക്തമായി വർക്ക് ചെയ്യുകയും അതിന് സമാന്തരമായിട്ട് ജാതിമത ഏകീകരണം ഉണ്ടാകുകയും ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും BJPയെ പരാജയപ്പെടുത്താൻ കഴിയും. നന്ദി സർ. സമയപരിധി കൊണ്ട് ഞാൻ ഇടപെടുകയാണ്. വരുന്ന വർഷങ്ങളിൽ, അതായത് 2027 തെരഞ്ഞെടുപ്പിലും BJPക്ക് UP-യിൽ സാധ്യത നല്ല രീതിയിലുണ്ട് എന്നാണ് K. ജയപ്രസാദ് എന്ന കാസർഗോഡ് കേന്ദ്ര സർവകലാശാലയിലെ പ്രൊഫസർ നമ്മളോട് പറയുന്നത്. നന്ദി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.